എല്ലാവർക്കും എൻ്റെ വീഡിയോയുടെ സ്വാഗതം. എൻ്റെ പേര് സനൂപ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഫോർമാറ്റ് നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്കിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഫസ്റ്റ്. എൻ്റെ പേര് സനൂപ്. അപ്പോൾ ഞാൻ വിയറ്റ്നാമിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. കണ്ണൂർ ചെറുപുഴ എന്ന് പറയും. അപ്പം ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിയറ്റ്നാമീസ് ഫുഡിനെ കുറിച്ചാണ്. അപ്പം കുറേ ആൾക്കാർ എനിക്കിപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. വിയറ്റ്നാമിൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ, എന്നാ വിയറ്റ്നാമിലെ ഫുഡ് നമുക്ക് പറ്റുന്നതാണോ, അത് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് മനുഷ്യന്മാരെ തിന്നുന്നവരുണ്ടോ, അങ്ങനെ കുറേ സംശയമുണ്ട് ആൾക്കാർ. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും നമ്മുടെ വിയറ്റ്നാമിനെ കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് ഇത്രയും ഇത്രയും ടൂറുകളും ഇതൊക്കെ ഇത്രയും ഫെയിമായി വരുന്നത് റീസെൻ്റാണ്. അപ്പം ഇത്ര അടുത്ത കാലത്തൊന്നും വിയറ്റ്നാമിനെ കുറിച്ച് അധികം ഒന്നും അറിയത്തൊന്നുമില്ല. ഇപ്പോൾ തായ്ലൻഡ് ഓട്ടോമാറ്റിക്കായി ഡൗൺ ആയതോടുകൂടി ഇപ്പോൾ ഇന്ത്യൻസിൻ്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായിട്ട് വിയറ്റ്നാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വിയറ്റ്നാമീസ് ഫുഡാണ്. അപ്പം എനിക്ക് ഞാൻ യൂട്യൂബിൽ അത്രയും ഒരു അത്രയും പരിചിതമായിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാനൊരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാരോട് മിങ്കിളാവുക, ഒരു ലോങ് വീഡിയോസ് ചെയ്യുന്നു. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള മോട്ടീവ്. അപ്പം പിന്നെ എന്നെക്കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ഞാൻ എത്ര കാലമായിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ വന്നിട്ട് ഇപ്പം 2019 കഴിഞ്ഞപ്പോൾ വന്നതാണ്. ഇപ്പോൾ 2020 നമ്മൾ കോവിഡിനൊക്കെ മുമ്പ് ഞാനിവിടെ വന്നതാണ്. പക്ഷേ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രാജ്യമായിട്ട് തോന്നി. നമ്മുടെ നാട്ടിലത്തെ പോലെ സാലറി സ്കെയിലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അതൊന്നുമല്ല. പക്ഷേ ഒരു നാച്ചുറൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രി, അതാണ് വിയറ്റ്നാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിയറ്റ്നാം ഫുഡിനെ കുറിച്ച് പറയാം. അപ്പം വിയറ്റ്നാമീസ് ഫുഡ് പറയുന്നതിന് സമയത്ത് പറഞ്ഞാൽ ആദ്യം വന്നിറങ്ങിയൊരു ടൈമാണ്. വന്നിറങ്ങിയ ടൈമിൽ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സ്ട്രീറ്റ് കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്മെല്ല് അത്ര പറ്റത്തില്ല. ഞാൻ ഞെട്ടിപ്പോണ്ട്. ഈ പന്നീനെയൊക്കെ കമ്പി കോർത്ത് വെക്കുക, അതിനെ അടിത്തിയിടുക, നമ്മൾ ബാർബിക്കുന്ന ഫുള്ള് പന്നീനെയൊക്കെ, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഫുഡൊന്നും അത്രയും സുപരിചിതമല്ല. ആദ്യമൊന്നും നമുക്ക് അത്രയും പിടിക്കത്തില്ല ഫുഡ്. കുറച്ച് ടൈം എടുക്കും. എനിക്കറിയത്തില്ല എല്ലാവരും അങ്ങനെയാണോന്ന് അറിയത്തില്ല. എനിക്ക് നല്ല സമയമെടുത്തു ഫുഡ് സെറ്റാകാനും ഫുഡ് കഴിക്കാനും ഒക്കെ നല്ല സമയമെടുത്തു. റീസെൻ്റാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ക്യാഷിൻ്റെ ഒക്കെ ഒരു ഫാക്ടറിയിലൊക്കെയാണ് ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ നമ്മൾ ലോങ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാകുകയൊക്കെയാണ് നമ്മൾ ഫുഡിൽ കുറച്ച് മസാലയൊക്കെ എടുത്തില്ലേ. പക്ഷെ നമ്മൾ ഈ ലോങ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ല, നമ്മൾ എന്നാ കഴിക്കേണ്ടത്, എവിടെ നിന്നാണ് കഴിക്കേണ്ടത്, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ഈ സ്മെല്ല് ഭയങ്കര ഇതാണ്. എസ്പെഷ്യലി ഇവരുടെ ഫിഷ് സോസ്, അത് ഇപ്പം എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നുന്നു. പക്ഷേ ആ സമയത്ത് അത്ര സുഖകരമുള്ള സാധനമൊന്നുമല്ല അത്. അപ്പം അങ്ങനെയൊക്കെ പോവുകയാണ്. അതൊക്കെയാണ് ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈയിടെയായിട്ട് ഒരു 2-3 വർഷമൊക്കെ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ മെയിൻ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി ഫുഡുകൾ എന്ന് പറയുകയാണെങ്കിൽ കൊന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് വിത്ത് പോർക്ക്, നമ്മുടെ പോർക്ക് ബാർബിക്യൂ ചെയ്തപോലെ ഗ്രിൽഡ് ചെയ്ത പോർക്കാണ്. അപ്പോൾ നമുക്ക് സ്ട്രീറ്റിലൊക്കെ പോകാനറിയാം. അത് സൗത്ത് വിയറ്റ്നാമിലാണ് ഈ സാധനമാണ്, ഈ കൊന്തം എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന സമയത്ത് ഇവർ ഒരു ബാർബിക്യൂ പോലത്തെ ഒരു സാധനം, ഒരു ഗ്രില്ല് ചെയ്യുന്ന ഒരു സെറ്റപ്പ് നമ്മുടെ സൈഡിൽ കാണും. അതിൽ എഴുതിയിട്ടുണ്ടാകും കൊന്തം എന്ന് എഴുതിയിട്ട് കാണും. അതിൽ നമ്മുടെ റൈസ് ബ്രോക്കൺ റൈസ് എന്നാണ് പറയുന്നത്. ബ്രോക്കൺ റൈസ് ഇല്ലെങ്കിൽ പൊട്ടിയിരിക്കുന്ന ഒരു റൈസിനെ കുറിച്ച് വേറെ പറയാനുണ്ട്. ബ്രോക്കൺ റൈസാണ്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പീരിയൊക്കെ ഇടും. എന്നിട്ട് കുറച്ച് പോർക്ക് ഗ്രിൽഡ് ചെയ്ത് തരും. അതിൻ്റെ കൂടെ ഒരു സോസ് കാണും, ഫിഷ് സോസ് കാണും. പിന്നെ കുറച്ച് വെജിറ്റബിളിൻ്റെ ഒരു സൂപ്പാണ്. ആ സൂപ്പ് അടിപൊളിയാട്ടോ, കിട് സാധനം. പിന്നെ അതാണ് കൊന്തം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വരുന്നൊരു സാധനം ബോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവാണ്. ഞാൻ ആ സൗണ്ടാണ് ആലോചിക്കുന്നത്. ആ സൗണ്ട് ബോക്കോ. അപ്പോൾ ഒരു ഒരു കറി പോലത്തെ ഒരു സാധനം. അതിൽ നമ്മൾ ബ്രെഡ് മുക്കി കഴിക്കും. അത് ഞാൻ സാധാരണയായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഫോ ഇവിടെ ഒരു ഫേമസ് ഡിഷാണ്. ഫോ എന്ന് പറഞ്ഞാൽ റൈസ് നൂഡിൽ സൂപ്പ്, അതാണ് ഫോ. അതിൽ നൂഡിൽസ് കാണും, കുറച്ച് വെജീസ് കാണും, വെജിറ്റബിൾ കാണും. ഒരു നല്ലൊരു സൂപ്പ്, ഒരു ബ്രേക്ക്ഫാസ്റ്റാണത്. അതിനകത്ത് കുറച്ച് മീറ്റ് ബോൾസ് അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ പീസസ് കാണും. പിന്നെ ഇവിടെ ഈ ഫുഡെല്ലാം എന്ന് പറഞ്ഞാൽ 35,000 അല്ലെങ്കിൽ 40,000 അല്ലെങ്കിൽ 60,000. ഈ 60,000 കാര്യമാക്കണ്ട കേട്ടോ, 60K എന്നാണ്. അപ്പോൾ 6-3-18 ഒരു 3 ഇട്ട് കളിച്ചാൽ 150 രൂപ, 145 രൂപ, ആ രീതിക്കാണ് ഈ സാധനം വരുന്നത്. അപ്പം ഫോയാണ് പിന്നെ ഉള്ള ഒരു ഫുഡ്. പിന്നെ ഉള്ളത് ഞാൻ കഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീക്കായ്
സ്പൈസി നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഈ മീറ്റ് ബോൾ അത് സൂപ്പറാണ്. മീറ്റ് ബോൾ കാണും, സോസേജ് കാണും. ഒരു നൂഡിൽ സൂപ്പാണ്. അതിനകത്ത് നൂഡിൽ കാണും, മെയിനായിട്ട് നൂഡിൽ സാധാരണ നമ്മൾ കഴിക്കുന്ന കൂടെ നൂഡിൽ, പക്ഷേ വ്യത്യാസമുണ്ടേ. നമ്മുടെ നാട്ടിലത്തെ നൂഡിലും ഇവിടുത്തെ നൂഡിലും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരു സ്പൈസി നൂഡിൽ കാണും. പിന്നെ അതിനകത്ത് സാധാരണ പോലെ വെള്ളം പോലെ കാണും. പിന്നെ സോസേജ് കാണും. പിന്നെ കുറച്ച് ബ്രോക്കലീസ് വെജിറ്റബിൾസ് കുറച്ച് കാണും. പിന്നെ നമ്മുടെ കിംചി അതൊരു കൊറിയൻ ഡിഷായിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷേ മെയിനായിട്ട് ഇത് കൊറിയയിലൊന്നും ഈ സാധനമൊന്നുമില്ല. വിയറ്റ്നാമിലാണ്. ഒരു ജെൻസി ഫുഡാണ് ഈ സാധനം. അതാണ് ഞാൻ കഴിക്കുന്ന വേറൊരു ഫുഡ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്നതിനെക്കുറിച്ച് പറയാം. കഴിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല പാടാണ്. ആദ്യമൊക്കെ കഴിക്കാൻ നല്ല പാടാണ്. നമുക്ക് എസ്പെഷ്യലി നമുക്ക് അതിൻ്റെ സ്മെല്ല് പറ്റത്തൊന്നുമില്ല. പിന്നെ നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടിപൊളിയാവും. കാരണം അത്ര വലിയതൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ വയറൊക്കെ ഫുള്ളായിട്ട് നല്ലപോലെ ഫുള്ളായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. കാരണം ഇവരെപ്പോഴും ലൈറ്റായിരിക്കും കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാർട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് റൈസും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇത്രയൊരു ബോളിൽ ചെറിയൊരു പാർട്ടി വിയറ്റ്നാമികൾക്ക് റൈസ് കാണത്തുള്ളൂ. അതിനൂടെ കുറച്ച് വെജിറ്റബിൾ മെയിനായിട്ട് കഴിക്കുന്ന ഇവർ വെജിറ്റബിൾ കഴിഞ്ഞിട്ട് ഇവർക്ക് ബാക്കി കാര്യമുള്ളൂ. അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. എനിക്കൊന്ന് ഇവ നല്ല ബ്യൂട്ടിഫുള്ളാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം പെൺപിള്ളേരാണേലും ആൺപിള്ളേരാണേലും അടിപൊളിയാണ് കാണാൻ. അപ്പം വെജിറ്റബിളാണ് മെയിനായിട്ട് കഴിക്കുന്നത്. വെജിറ്റബിൾ, പോർക്ക്, ഇതൊക്കെ അവർ മെയിനായിട്ട് കഴിക്കുന്നത്. എല്ലാ പരിപാടിക്കും പോർക്ക് കാണും. എവിടെയും പോർക്കാണ്. നമ്മൾ കമ്പിക്കകത്തൊക്കെ ഇട്ട് പോർക്ക് കൊണ്ടുവന്ന് എന്ത് പരിപാടിക്ക് പോർക്കുണ്ട് അവർക്ക്. അത് അവരെപ്പോഴും ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നൊരു സാധനമാണ്. ബീഫിന് എക്സ്പെൻസീവാണ്, അതുകൊണ്ടായിരിക്കും പോർക്കിലോട്ട് പോകുന്നത്, എനിക്കറിയില്ല. പിന്നെ ചിക്കൻ കഴിക്കും, പിന്നെ കുറേ വെജിറ്റബിൾ കഴിക്കും. അതാണ് സംഭവം. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ഫുഡുകൾ, ഐറ്റംസ്. അപ്പോൾ നമ്മൾ പാർട്ടിയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും സാധനം എല്ലാം കഴിക്കും. പിന്നെ പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയാം. ഇവരുടെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ്, അതായത് വിയറ്റ്നാമീസ് നല്ല വെള്ളമടിക്കാര. അതായത് അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും നല്ലപോലെ അടിക്കും. അത് റൈസ് വൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. റൈസ് വൈൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഗ്ലാസ്സിൽ ഒരു വൈന, നമ്മുടെ നാട്ടിലത്തെ വാറ്റൊക്കെ പോലെ ആയിരിക്കും. അപ്പം അതിനകത്ത് ഒരു ഹാഫിൽ ഒഴിച്ച് എല്ലാവർക്കും, അതായത് നമ്മൾ ഈ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീസ് കൊടുത്ത് എല്ലാവർക്കും കൊടുക്കണം. ഇപ്പോൾ ആ പാർട്ടി 10 പേരുണ്ടെങ്കിൽ ആ 10 പേർക്ക് നമ്മൾ ഓരോ ഷോട്ട് അടിക്കണം. ഓരോ പേർക്കും 10 ചീസ് അടിക്കുമ്പോഴത്തേനും നമ്മുടെ കിളി മനസ്സിലായില്ലേ? ആ ഒരു സെറ്റപ്പാണ് ഇവരുടെ മെൻറ്റാലിറ്റി. നോർത്തിലൊക്കെ വിയറ്റ്നാംസിൻ്റെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ സൗത്തിലോട്ട് വരുമ്പോൾ കൾച്ചർ വ്യത്യാസമുണ്ട് കേട്ടോ. നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും തമ്മിൽ ഭയങ്കരമുള്ള കൾച്ചറുണ്ട്. ഞാൻ 2 സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ല, അങ്ങനെ ഒരു സെറ്റപ്പാണ് അവർ. അപ്പം പാർട്ടി മേക്കേഴ്സാണ്. എല്ലാ പരിപാടിക്കും അടിച്ച് പൊളിച്ച് കിറങ്ങിയിരിക്കുക. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നല്ല എൻഗേജ്ഡാണ്, നല്ല ഇതാണ്. പിന്നെ എന്നാ, അപ്പോൾ ഇതൊക്കെയാണ് വിയറ്റ്നാമീസ് ഫുഡിൻ്റെ സാധാരണ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും, സൂപ്പറാണ്. അപ്പം ഇതൊക്കെയാണ് ഫുഡിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ. ആദ്യം കഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും, പിന്നെ അങ്ങ് ശീലമായിക്കോളും. അപ്പോൾ ഇനി അടുത്ത വിയറ്റ്നാമിലോട്ടൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ കയറി വാ, നമുക്ക് അടിച്ച് പൊളിക്കാം. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇത്രയേ പറയാനുള്ളൂ. കാരണം ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു മോട്ടീവ് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങൾക്കും ഒരു മോട്ടീവ് ഉണ്ടായിരിക്കണം. നല്ല സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ച് നല്ല വീഡിയോസും ക്രിയേറ്റീവായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. അപ്പം എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, ക്രിയേറ്റീവായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ, താങ്ക് യു.